സിനിമാ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കോടികളുടെ കിലുക്കം മാത്രമേ കേൾക്കുന്നുള്ളൂ. എത്ര കോടിക്കൊരുക്കിയ സിനിമ, ആദ്യ ദിവസം എത്ര കോടി നേടി, ഏറ്റവും ആദ്യം 100 കോടി ക്ലബിൽ നിൽക്കുന്ന സിനിമ ഏത്, അങ്ങനെ എങ്ങും കോടികൾ മാത്രം. നായകന്മാരുടെ പ്രതിഫലത്തിന്റെ കണക്കുകൾ നോക്കിയാലും കണ്ണു തള്ളുന്ന തുകയുടെ വില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുവരെ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടൻ ബോളിവുഡ് ബാദുഷ എന്നറിയപ്പെടുന്ന ഷാരൂഖ് ഖാൻ ആയിരുന്നു. 150 കോടി മുതൽ 250 കോടി വരെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് ഷാരൂഖ് ഖാൻ വാങ്ങുന്ന പ്രതിഫലം. ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ജവാൻ എന്ന ചിത്രത്തിലെ നായകൻ എന്ന നിലയിൽ ആ കണക്കിൽ വലിയ കൗതുകമായി തോന്നുന്നില്ല. 150 കോടി മുതൽ 230 കോടി വരെ വാങ്ങുന്ന സ്റ്റൈൽ മന്നൻ രണ്ടാം സ്ഥാനത്തും ഇടം നേടിയിരുന്നു. 130 കോടി മുതൽ 200 കോടി വരെ ആയിരുന്നു വിജയുടെ പ്രതിഫലം. ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിന്നിരുന്ന വിജയാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടൻ. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി 69 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് വാങ്ങുന്നത് 275 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ 250 കോടി വാങ്ങുന്ന ഷാരൂഖ് ഖാൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതിലെ കൗതുകം എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ടുകൾ പ്രകാരം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വിജയ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ സിനിമയായിരിക്കും ഇതും. ഈ ഹൈപ്പിലാണ് സിനിമയ്ക്ക് ഇപ്പോൾ പ്രൊമോഷൻ നടക്കുന്നത്. 275 കോടി പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ സിനിമയിലെ നമ്പർ 1 സ്ഥാനം വേണ്ടെന്ന് വെച്ചാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അതേസമയം തമിഴ് സിനിമയിൽ നിന്ന് വിജയ് പിന്മാറുന്നതോടെ ആ സ്ഥാനത്തേക്ക് വരുന്ന താരം ആരായിരിക്കുമെന്ന ചർച്ചകളും സജീവമാണ്. അതേസമയം ദളപതി 69ന്റെ പൂജ കഴിഞ്ഞ ദിവസം നടന്നു. വെങ്കട് കെ നാരായണനും ജഗദീഷ് പളനിഷെട്ടിയും ലോഹിത് NKയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിൽ വിജയുടെ വില്ലനായി ബോളിവുഡ് താരം ബോബി ദിയോൾ എത്തുന്നു എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. കമൽഹാസന്റെ കരിയറിലെ 233ാമത്തെ ചിത്രമായി ഒരുങ്ങേണ്ടിയിരുന്ന ചിത്രമായിരുന്നു ഇതെന്നും, എന്നാൽ കമൽഹാസൻ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും കമലിനേക്കാൾ മുൻപേ മറ്റ് ചില താരങ്ങളെയും എച്ച് വിനോദ് ഇതേ കഥയുമായി സമീപിച്ചിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എച്ച് വിനോദ് പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല. എന്തായാലും ഗോട്ടിന്റെ വൻ വിജയത്തിന് പിന്നാലെ അടുത്ത ചിത്രത്തിന്റെ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ചിത്രത്തിൽ മമിത ബൈജു ഒരു പ്രധാന റോളിൽ എത്തുന്നു എന്നത് മലയാളികൾക്ക് ആവേശം നൽകിയ വാർത്തയായിരുന്നു. പൂജ ഹെഗ്ഡെ, ബോബി ദിയോൾ, പ്രകാശ് രാജ്, നരേൻ തുടങ്ങിയൊരു വലിയ താരനിരയും ചിത്രത്തിലുണ്ട്. അനിരുദ്ധാണ് സംഗീത സംവിധായകൻ. വിജയുടേതായി ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ ഗോട്ട് തമിഴ്നാട്ടിൽ വൻ വിജയമായിരുന്നു.